അസ്സലാമലൈക്കും. ഈദ് മുബാറക്. ഇന്ന് ഈദിന്റെ വ്ളോഗാണ്. പള്ളിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബസ്സിലാണ്. ബസ്സോട് കാണിച്ചത്. അപ്പൊ ഇനി പള്ളിയിൽ പോയിട്ട് ജർമ്മനിയിലെ ഈദ് ഇങ്ങനെയോ എന്ന് പറഞ്ഞിട്ട് ഇതാണ് നമ്മളെ പള്ളി. ഇവിടെ നമ്മളെ ജമാഅത്ത് പള്ളി ഇതാണ്. എന്താ പറയല്, വേറെ എന്താ പറയല് ജമാഅത്തുള്ളിനെ? നമ്മളെന്തെന്ന് പറയാ, മഹല്ല്. അല്ല കണ്ടിടിച്ചിരും. ഞങ്ങളെ മഹല്ല് ഇതാണ്. ഇതേ ഈ കാണാണ് മഹല്ല്. പുറത്തൊക്കെ ആൾക്കാരുണ്ട്, പോയി നോക്കിയാക്കട്ടെ. നമ്മള് പള്ളിയിൽ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. ഇപ്പൊ ഇതാ അല്ലെങ്കിൽ ഡബ്ബ് പിന്നെ ചെയ്യാലോ നമുക്ക്. കാരണം 3 മാസം കൊണ്ട് പുതിയ ആളെടുത്ത് ചെയ്യും. ചില സ്പോട്ട് അങ്ങനെയാണ്. അസ്സലാമലൈക്കും. പറയണ്ടേ? ഈദ് മുബാറക്. നമ്മളെ പള്ളിക്കാരെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ പോവാണ്. ലിബോയ് ഗേൾ ഫ്രണ്ടിനെ വിളിക്കുക. അപ്പൊ അപ്പോ നമ്മ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഇനി കട്ടിങ്, ഫുഡ് ഉണ്ടാക്കലെല്ലാം കാണിച്ചു തരാം. ലിവോയാണ് ഫുഡ് ഉണ്ടാക്കാൻ പോണത്. ചിക്കൻ മാത്രം ഫുഡ് ഉണ്ടാക്കി. ആര് ഫൈസലിനല്ലേ? ഫൈസലുണ്ടാവും. ഇറച്ചി തിന്നിട്ടും ഫൈസല് ഭയങ്കര ശീലമാണ് ആൾക്കാര്. കട്ടേണ് തിരക്കില്ല. ഞങ്ങളെല്ലാരും ഫുഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോ ഞങ്ങളെല്ലാരും ഫുഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇത് മറ്റേ സാധനം അടിക്കരുതിട്ടാ. മറ്റേ എന്താണ് കോപ്പി റൈറ്റ് അടിക്കരുതിട്ടാ. ഞാൻ എന്റെ പാട്ടൊന്നും റെക്കഗ്നൈസ് ചെയ്യില്ല. ഞാൻ ഇതൊക്കെ ഇടും. എല്ലാം ഞാൻ ഇടും. പോടാറുന്നു. നിങ്ങളത് കാണണം. ഞാനിത് ഒറ്റയ്ക്ക് അമ്മയെടുക്കണം. ഞാൻ പണി എടുക്കുന്നുണ്ട്. ഞാൻ നീരിറക്കിക്കൊണ്ട് വരണ്ട. വരും, നീ പറയും ഞങ്ങൾ പണി എടുക്കുന്നുണ്ട്. പുള്ളി വന്നുണ്ട്. നേരത്തെ അമ്മ ഷൂട്ട് ചെയ്യണ അമ്മയത്ത് ആറാ എന്നെ തോന്നുന്നു. എന്താ ഇപ്പുറം വെച്ചിട്ട് അപ്പുറം ഓണായി വെച്ചിരിക്കുന്നത്. അത് ഞാനല്ല. പിന്നെ ഓണാക്കി ഞാനല്ല. പിന്നെ അടുപ്പൊന്ന് ഞാനൊന്നല്ലടാ. ഞാൻ വെള്ളം വെച്ചിട്ടുള്ളൂ. അവിടെ നല്ല ഡിസൈൻ ആയിട്ടോ. പക്ഷെ സെറ്റ് ഡിസൈൻ എന്താ കള്ളക്കാമുകൻ. പുതിയ ട്രൈപോഡ് വാങ്ങിച്ചു. ഒരു ഷെഫ് ഉണ്ടാക്കാൻ പോലെ എല്ലാരും കാണട്ടെ. ഞാനല്ല ശരിക്കും ഞാനല്ല. അഭിരാമ് നേരത്തെ. ഞാൻ എക്സ്പേർട്ടാ. ഞാൻ ഒന്നും ചെയ്യില്ല. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതവൻ പറഞ്ഞു. അത് അവിടെ അവൻ പറഞ്ഞു. ഇത് പഠിച്ചു തന്നോടാ. ബുക്ക് ആയി എടുത്തിട്ട് ആർട്ടിഫിഷ്യൽ വിസിലടി കണ്ടോ? ആർട്ടിഫിഷ്യൽ അടിക്കണം. വിസിലടിച്ചില്ലടാ. മനുഷ്യന്റെ സ്റ്റോറി പോവാ. ഇതിലെന്താ പിന്നെ കുക്ക് ചെയ്യണേ? ഒന്ന് തുറന്ന് കാണിച്ചു തരുമോ? തുറക്കുമ്പോ എന്നെ വിളിക്കണ്ട. എനിക്ക് കാണിച്ചു തരണമായിരിക്കും എന്താണ് കുക്ക് ചെയ്യണെന്നുള്ള സീക്രട്ട് സാധനം. ഇപ്പൊ തുറക്കാൻ പറ്റുമോ താങ്കൾക്ക്? ആണോ? തുറക്കുമ്പോ എന്നെ വിളിക്കണേ.
വിളിക്കണേ. ചൂടില്ല. ഓ മോനെ ആ പോയി. എന്നാലും കുഴപ്പമില്ല, കുറച്ചും കുറച്ച് അതെന്തായാലും. ഓ ഓ എയറിലാണ്, നല്ലൊരു എയറില്ല. സയൻസ് ഓ ഐസിക്കൂട്ടൻ്റെ അമ്മാവൻ്റെ മക്കളാ. സർപ്രൈസ് വിളിക്കാൻ വേണ്ടി ഇപ്പൊ പൊഴുങ്ങാച്ച സാധനം കണ്ടോ? ആ അതിന്റെ ഉള്ളിൽ കയറിയടാ. എടാ വൈഡ് ഇതില് നല്ല രസമുണ്ടാ. കിച്ചനിലെ വൈഡ് നല്ല രസമുണ്ട് എടുക്കുമ്പോ അല്ലേ? ഈസി ടെക്നിക്കാണ്, നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്യുക. ഞാൻ ഇവിടെ വെച്ചോ. ഏലക്കൊക്കെ എടുത്ത് കളഞ്ഞു. ഏലക്ക് മറ്റേ സാധനങ്ങളൊക്കെ ഫറക്കി ഫുള്ള് കളഞ്ഞു. റൈസായി. ഈ മസാല ഉണ്ടാക്കണം. ഏലക്ക ഫറക്കിടും മാറി. എന്തൊരു അനുസരണ. എല്ലാ പരിപാടിയും ഒപ്പിച്ച് എല്ലാ പരിപാടിയും പ്ലാൻ ആക്കിയിട്ട് അടക്കളയിൽ ഞങ്ങൾ വന്നിരിക്കുമ്പോ ഇവിടെ അങ്ങ് എടുക്കാം. പെൺകുട്ടിക്ക് കുട്ടിക്ക് കിടന്നിട്ട് ഓ ഓ നിങ്ങൾ ഇതോടുകൂടി തീർന്നു. നിങ്ങൾ ഇതോടുകൂടി ഏറില്ല. നമ്മളിടാൻ പോകുന്ന കിച്ചൺ ട്രഷേഴ്സിന്റെ ബിരിയാണിയാണ്. ബിരിയാണി മസാലയാണ്. ശുദ്ധമല്ല, വിശ്വസിക്കരുത്. പാവ കമ്പനിയുടെ നഷ്ടം. ഞങ്ങളെ ആഡ് വിദഗ്ധമായിട്ടുണ്ട്. ഒഴിവായി കളഞ്ഞു. 100 കോടി നഷ്ടം കമ്പനി. ഉള്ളിക്കറിയാവും. ചിക്കൻ കറിയാവുന്ന ഇല്ലല്ല. ഇത് ഒടയും. ഓ എന്തായാലും ഒടയും. അടാ അടച്ചേക്ക്. അപ്പോഴാണ് ഒടയാ. ഓ പക്ഷെ ഒടയണം എന്നുണ്ടെങ്കിൽ അടയ്ക്കാൻ വേണം. നീ ഉണ്ടെന്ന് പറഞ്ഞിട്ട് തിളച്ചെണ്ണ നോക്കിയോണം. ഒന്നും മറ്റേ വെള്ളത്തിനടി പോയതല്ലേ, കുറച്ച് എണ്ണടിയിലൊക്കെ പോയിട്ട് വരട്ടെ. എടാ കുലിക്കല്ലേ റൂമൊന്നും. ഇത് നമ്മളെ ബിരിയാണി പൊക്കണ്ട മൊത്തം തെറിച്ച് പോവോ? കാണൂല. ചോറ് അവിടെ ഉണ്ട്. പിന്നെ മൊത്തം കാണിക്കുന്നു. എന്താ എന്തെങ്കിലും പറ. ക്യാമറയിലോട്ട് നോക്കി. ക്യാമറമാർ എഴുന്നൂറോടൊപ്പം വീണുക. അല്ലെങ്കിലും ഈ നല്ല മനുഷ്യന്റെ കയ്യിൽ നിന്ന് മാറ്റണ്ടേ? ഇതാണ് സോഷ്യൽ മീഡിയയുടെ എഫക്ട്. എത്ര ഇതെടുത്താ? ഇഞ്ചിയാണ് കൂടുതലെടുത്താ അതോ വെളുത്തുള്ളി കൂടുതലെടുത്താ? അതിന്റെ അതിന്റെ കണക്ക് വലിയ വലിയ ചർച്ചകൾ നടക്കുന്ന ബിരിയാണിയിലോട്ട്. കമന്റേറ്റർ മൊയ്യൻ. നമ്മളിപ്പോ ദമ്മിടാൻ പോവാണ്. റൈസ് ചിക്കനിലേക്ക് ഇങ്ങനെ ഇട്ട് ചിക്കനത് ബാക്കി ചിക്കനത് അവിടെ ഇരിക്കുന്നുണ്ട്. കുറച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ നോക്കിയെന്നല്ല ഓക്കിയെന്നാ പറഞ്ഞേ. ഓ നീട്ടോ. അയ്യോ ഫോണിൽ പോകാൻ ശരിയപ്പോ. ഇത് നമ്മളെ ബിരിയാണി ഇത് നമ്മൾ സെറ്റ് ആയിട്ടുണ്ട്. കുറച്ച് ഈസ്റ്റേണിന്റെ ചിക്കൻ കിച്ചൺ ട്രഷേഴ്സ്. കിച്ചൺ ട്രഷേഴ്സിന്റെ ബിരിയാണി മസാല. മതി സാരില്ല. മറ്റേ മഞ്ഞൾപ്പൊടി പരിപാടി വേണ്ടല്ലേ? അടച്ചോ.
എവിടെ മൂടി തൊട്ട് ഇതിന്റെ മൂടി ഈ പാത്രം ബട്ടർ ഉണ്ട് മറ്റേനുള്ളുണ്ട്. നീ ഈ റൈസ് അതിലോട്ടാക്കുക. ഓക്കെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പൊട്ടിക്കണം കളിയാക്കിയല്ല അത് ഞങ്ങളേതായ ടൂളിലും വീണത്തിലും പൊട്ടിച്ചോ നീ പൊട്ടിക്കാൻ അത്രേ ഉള്ളൂ. എടാ ഒരു ചെള്ളേന്ന് പൊട്ടിക്ക് ഇടി പൊട്ടിക്ക്. ഇതൊക്കെ ഞാൻ മൂത്താക്കണം. ഇങ്ങനെ അറിയില്ല എനിക്കറിയാം എങ്ങനെ പൊട്ടായിരുന്നല്ലേ. ഓ അല്ലാണ്ട് മറ്റേ ആനക്കൊക്കെ കൊടുക്കണമായിരുന്നു പാത്രം കുട്ടി കഴിക്കാനാ ഉണ്ടോ? ഞാനല്ലേ ഇന്നലെ വാങ്ങിച്ചതൊക്കെ ഇതൊക്കെ വാങ്ങാണ്ടിരിക്കോ. ഇവൻ ഇന്നൊന്നും ഇട്ടില്ല ചേച്ചി. ഞാൻ കുറച്ചു കാണിക്കാം. ചേച്ചി നമ്മൾ ഫുഡായി അങ്ങോട്ട് കിടക്കടാ, റൂമിലോട്ട് പോടാ. എടാ നിങ്ങളൊക്കെ ഇങ്ങോട്ട് പോയി എടോ. ഇന്നലെ രാത്രി മുതൽ വെയിറ്റ് ചെയ്യലോ. എന്താ എന്തെങ്കിലും രാത്രി തൊട്ട് വെയിറ്റ് ചെയ്യണം? ഇതൊക്കെ കൂടി സാധനം മേടിച്ചിട്ട് ഇത് ഇപ്പഴാണ് 4 മണിക്കൂറായി തിന്നാൻ പറ്റിയിട്ട്. വെയിറ്റ് ചെയ്യുന്നു. ഒരു 3 കിലോ ചിക്കൻ വാങ്ങി ഇങ്ങനെ കണക്ക് പറയണേ ഇപ്പൊ ജീവിതത്തിൽ 4 കിലോ അത്ര വാങ്ങിക്കൂടോ? ഇന്ന് 4 ദിനോട് ഇന്ന് ഓരോന്നും ഓരോ കണക്കല്ല. ഫുഡ് കഴിക്കാപ്പ ഇല്ലല്ല അത് കിട്ടിയില്ല. ഉറങ്ങണമല്ലോ അഭിനയിക്കാൻ. എല്ലാരും ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങാണ്. ആൽഫിന് എന്തോ ഫുഡിലിട്ടുണ്ട്. എല്ലാരും ഉറങ്ങാണ്. പൈസയിൽ അവിടെ പരിപാടിയൊക്കെ പ്ലാൻ ചെയ്ത് വേറെ സ്ഥലത്ത് പരിപാടിയൊക്കെ പ്ലാൻ ചെയ്ത് ഇവിടെ നല്ല ഉറക്കോ. ഞങ്ങളുടെ 10 പോണം പറഞ്ഞ നല്ല ഉറക്കം അവിടെ ഇടുന്നത്. ഉണ്ണി വാവോ ഉണ്ണി വാവോ. ശരി അപ്പോ